ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംച. ശ്രീരൂപം സാഗ്രജാതായ സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമ്നെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ആരുടെയാ പിന്നെ ഓഡിയോ ഓൺ ഉണ്ടെങ്കിൽ അങ്ങ് ഓഫ് ചെയ്തേക്കണേ. ഞാൻ രണ്ട് ഓഡിയോ ഓണാണ്, സൗണ്ട് വരുന്നു. വാദാചാര്യാണെന്ന് തോന്നുന്നു. ഓഫ് ചെയ്ത. എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മൾ ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് ശ്രീമദ് ഭാഗവതത്തില് പ്രധാനമായിട്ട് 10 വിഷയത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ആർക്കെങ്കിലും അറിയാവോ അത് 10 വിഷയം ഏതൊക്കെയാണെന്ന്? ശ്ലോകമുണ്ട് ഭഗവത്ഗീതയില്. അത്ര സർഗ വിസർഗച്ച സ്ഥാനം പൂഷണം ഉദയ മന്നേന്ദ്ര ഈശാനി കഥയ മുക്തിരാശ്രയ. മുക്തിയുടെ ഇടയ്ക്ക് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. ഈശാനി കഥയ നിരോധവും മുക്തിരാശ്രയ. 10 വിഷയമാണ്. അതില് ആശ്രയം, ഭഗവാന്റെ ആശ്രയം, അതാണ് 10ാമത്തെ സ്കന്ധം മുഴുവൻ എന്ന് പറഞ്ഞാൽ ആശ്രയത്തിനെ കുറിച്ചാണ്. പിന്നെ ഈ സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൃഷ്ടി, അസർഗം, പിന്നെ അത്ര സർഗ വിസർഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ സൃഷ്ടി, മറ്റേത് ഭഗവാന്റെ സൃഷ്ടി. അങ്ങനെ അതിന് ഓരോ അധ്യായത്തിലും പലതിനെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതാണ് മുഖ്യ വിഷയം. മൊത്തം ഭാഗം ഉണ്ടെങ്കിൽ ഇതാണ് അത്ര സർഗ വിസർഗച്ച സ്ഥാനം പോഷണമൂതയ മന്യേന്ദ്രിയശാനുകഥയ നിരോധ മുക്തിരാശ്രയ. 10 വിഷയമാണ്. ഭഗവത്ഗീതയിൽ 5 വിഷയമാണ്. പ്രകൃതി, പുരുഷൻ, ജീവാത്മാവ്, പരമാത്മാവ്, പ്രകൃതി, കർമ്മം, കാലം. ഇത് അങ്ങനെ 5 വിഷയം. ഇതിനകത്ത് 10 വിഷയമാണ്. അതിൽ 10ാമത്തെ ഈ ആശ്രയമാണ് 10ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അപ്പൊ ആ 10ാമത്തെ അധ്യായത്തിൽ, അതുകൊണ്ട് തന്നെയാണ് 10ാമത്തെ അധ്യായം ഏറ്റവും കൂടുതൽ മനോഹരം. കാരണം ഭഗവാനെ ആശ്രയിക്കുന്നത് നമ്മളെ 10ാമത്തെ സ്കന്ധമാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവത്ഗീത നമ്മൾ മനസ്സിലാക്കി ഭഗവാൻ എന്താണ് പറയുന്നത്. ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാൻ എന്താണ് ചെയ്യുന്നത്. ചൈതന്യ ചരിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാൻ എന്താണ് ചിന്തിക്കുന്നത്. ഇത് 3 ഡിഫറൻറ്റ്. അപ്പൊ ഭാഗവതത്തിലെ 10ാമത്തെ സ്കന്ധം ആശ്രയം. അതുകൊണ്ട് തന്നെ 10ാമത്തെ സ്കന്ധം ഏറ്റവും മനോഹരമാണ്. അതിൽ 21ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, 21ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. കാരണം അതിനകത്ത് ഭഗവാന്റെ വേണുഗാനത്തിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് ഗോപികമാർ വർണ്ണിച്ചിരിക്കുന്നു. പത്താമത്തെ സ്കന്ധത്തില്
21-ാമത്തെ അധ്യായത്തിലാണ് വേണുഗാനം വരുന്നത്. ഇനി 31-ല് ഗോപികാഗീതമുണ്ട് വന്നിരിക്കുന്നത്. അപ്പം പിന്നെ ഈ അധ്യായം 10-ാമത്തെ സംഗതി ഞാൻ പറയാം ഏറ്റവും മനോഹരമാണെന്ന് പറഞ്ഞു. അതിന് മനോഹരമായി ഇതിന്റെ മാറ്റ് കൂട്ടുന്നത് ഈ 10-ാമത്തെ സ്കന്ധമാണ്. 10-ാമത്തെ സ്കന്ധത്തിലാണ് ആ വേണുഗാനത്തിന്റെ നമ്മൾ ഡെപ്ത് കണ്ടു. നമ്മൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ ആ ഡെപ്തിന്റെ 1% 2% നമ്മൾ കാണാൻ പറ്റുന്നു. അപ്പൊ ഈ വേണുഗാന വർണ്ണന ഗോപികമാർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ വെറുതെ ശ്ലോകം കേട്ടു അർത്ഥം കേട്ടു രോമാഞ്ചം കൊണ്ട് പോയല്ല, അത് പഠിപ്പിക്കുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അത് കുറെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഗോപികമാരുടെ ഓരോ ഗാനം നമ്മൾ എടുത്തു കഴിഞ്ഞാലും ദേവർ ക്രൈം, അവർ കരയുകയാണ്, അവർ കൃഷ്ണന് വേണ്ടി കരയുകയാണ്. നമ്മൾക്ക് കൃഷ്ണന് വേണ്ടി കരയാൻ കഴിയുന്നുണ്ട്. നമ്മൾക്ക് വേണ്ടി കരയും, നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി കരയും. പക്ഷെ കൃഷ്ണന് വേണ്ടി നമ്മൾ ഒരിക്കലും കരയാറില്ല. കൃഷ്ണനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണനെ വിളിക്കുന്നത് പോലും നമുക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഗോപികമാർ അങ്ങനെയല്ല, അവർ കരയുന്നത് കൃഷ്ണന് വേണ്ടിയാണ്. അതായത് ഗോപികമാർ ചെയ്യുന്നതും നമ്മൾ ചെയ്യാത്തതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. അവർ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നു, കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുന്നു, കൃഷ്ണന് വേണ്ടി കരയുന്നു. നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നു, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കുന്നു, വസ്തുക്കളെ കുറിച്ചും ബന്ധുക്കളെ കുറിച്ചും അവർക്ക് വേണ്ടി കരയുന്നു. അപ്പൊ അത് അതായത് ബ്രഹ്മഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തില് എന്തിനാണ് ഭക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്തിനാണ് നമ്മുടെ ഭക്തി? കൃഷ്ണ പ്രേമം ആസ്വദിക്കാൻ വേണ്ടി. നമ്മൾ മുക്തി, ഗോലോക വൃന്ദാനം ഇതൊക്കെ വെറും ബൈ പ്രൊഡക്റ്റ്. അതായത് നേഴ്സറി പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളുണ്ട്, അല്ലെങ്കിൽ അവരെ A4 ആപ്പിൾ, B4 C ഇങ്ങനെ പറയട്ടെ. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ സ്റ്റാൻഡേർഡ് കൂടി വരും. അതേപോലെ നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ നമ്മളോട് കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഗോലോക വൃന്ദാനത്തെ കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പറയും ഗോലോക വൃന്ദാനം നമുക്ക് എന്തിനാ, നമുക്ക് കൃഷ്ണപ്രേമം മതി. ഗോലോക വൃന്ദാനത്തിൽ വേണ്ട, നമ്മൾ ഇവിടെ വെച്ചോ, എറണാകുളത്ത് വെച്ചോ, അല്ലെങ്കിൽ നാസിക്ക് വെച്ചോ, നമുക്ക് കൃഷ്ണപ്രേമം കിട്ടിയാൽ മതി. അപ്പൊ പ്രേമം എന്നുള്ള വാക്ക് ഒരു വൺ വേ ട്രാഫിക് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. പ്രേമം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അങ്ങോട്ടുണ്ടല്ലേ പ്രേമം ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഒരാളിനോട് പറയാം ഐ ലവ് യു, അപ്പൊ ആള് പറയാം ഓക്കെ താങ്ക് യു. പിന്നെ എവിടെയാ പ്രേമം? എവിടെയാ? നമുക്ക് കൃഷ്ണ പ്രേമം വേണമെങ്കിൽ നമ്മൾ കൃഷ്ണ പ്രേമം ആദ്യം കൊടുക്കണം. നമ്മൾ എന്തെങ്കിലും വിത്ത് വിതച്ചാൽ മാത്രമേ നമുക്ക് കൊയ്യാൻ പറ്റൂ. നമ്മൾ എപ്പോ വരെ കൃഷ്ണനെ പ്രേമിക്കുന്നില്ല, അപ്പോൾ നമുക്ക് കൃഷ്ണനെ നമ്മൾ എങ്ങനെ പ്രേമിക്കും പറ? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഗോപികമാർ നമ്മളെ പഠിക്കുന്നത്, ആദ്യം ഗോപികമാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു കൃഷ്ണന് വേണ്ടി കരയുക. 2, കൃഷ്ണനെ അങ്ങോട്ട് പ്രേമിക്കുക. നമ്മളുടെ ദൈവിക സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദൈവം വടിയെടുത്തിരിക്കുകയാണ്, നല്ല രീതിയിൽ ഇങ്ങോട്ട് പോവുക, മറ്റേതിന് അങ്ങോട്ട് പോവുക, അതല്ല നമ്മുടെ സിദ്ധാന്തം. നമ്മുടെ എക്സെന്റ് ഓഫ് ലവ് ആണ് നമ്മളുടെ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ 2ാമത് അവർ പഠിക്കുന്നത് പ്രേമിക്കാൻ പഠിക്കുക, കൃഷ്ണനെ പ്രേമിക്കാൻ. 3ാമത് ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു, അവരുടെ ജീവിതത്തിൽ എല്ലാം കൃഷ്ണമായിട്ട്. അത് നോക്ക്, ഇപ്പം ഒരു മരം കാറ്റത്താടുന്നു. നമ്മൾ വൃന്ദാവനത്തിൽ പോയി, വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര കാറ്റും മഴ. വൃന്ദാവനത്തിൽ ഒരു മരം, നിധിവനിൽ ഒരു മരം കാറ്റത്താടുന്നു. നമ്മൾ എന്ത് ചിന്തിക്കും? ഈ മരം ഒടിയോ ഇല്ലയോ, ഈ കാറ്റ് തൊടിയോ ഇല്ലയോ, ഇതല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ പൂക്കൾ വീഴുകയാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യായിരിക്കും? കാറ്റടിച്ച് പൂക്കൾ വീഴുന്നു, സ്വാഭാവികം. ഒത്തിരി ഫലങ്ങളുള്ള ഒരു മാവാണ്, അത് ചാഞ്ഞു പോയി നമ്മൾ പറയോ അതിന്റെ മാമ്പഴത്തിന്റെ ഭാരം കൊണ്ട് അത് ഒടിഞ്ഞു പോകുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഗോപികമാർ ചിന്തിക്കുന്നതോ കൃഷ്ണനെ കണ്ടപ്പോൾ രോമാഞ്ചം കൊണ്ടിട്ട് ആ വൃക്ഷങ്ങളിൽ പൂക്കളുണ്ടായി. ആ പൂക്കൾ കൃഷ്ണനെ അഭിഷേകം ചെയ്യാനായിട്ട് അവർ കുടഞ്ഞു താഴോട്ടിടുന്നു. ആ കൃഷ്ണന്റെ പാതാരബിന്ദങ്ങളെ സ്പർശിക്കാൻ വേണ്ടിയിട്ട് ആ മാവ് താഴോട്ട് വരുന്നു, കൃഷ്ണ പാദത്തെ സ്പർശിക്കും. കൃഷ്ണനെ കണ്ട അനുഭൂതിയിൽ അവരെല്ലാം മറന്ന് നൃത്തം ചെയ്യുന്നു. അവർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല, ചലിക്കാൻ കഴിയില്ലെങ്കിൽ നിന്നിടത്ത് നിന്ന് ആടുകയാണ്. അതുകൊണ്ടാണ് കാറ്റ് പഠിച്ചു നിന്നും അവർ നോക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവരെല്ലാത്തിനെയും കൃഷ്ണനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. കൃഷ്ണനെ കേന്ദ്രബിന്ദുവാക്കിയ ഒരു ജീവിതമാണ് അവരുടെ. അപ്പൊ നമ്മൾ അവർ പഠിപ്പിക്കുന്ന 3ാമത് കൃഷ്ണ സെൻട്രലൈസ്ഡ് ലൈഫ് ആയിരിക്കണം. 4ാമത് കൃഷ്ണപാദാരബിന്ദങ്ങളിൽ അഭയം പ്രാപിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാകുന്ന ഭൗതികമായ ഉത്തരവാദിത്തങ്ങളും ഭൗതികമായ ആവശ്യങ്ങളും സെക്കൻഡറി ആയിരിക്കണം. 2ാം സ്ഥാനമേ ഉള്ളൂ. 1ാം സ്ഥാനം ഭഗവാനായിരിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് സർവധർമാൻ പരിത്യജ്യ. അതായത് ഇപ്പൊ ഇന്ന് ഭാഗവതം കഥയുണ്ട്, കുറച്ച് അടുത്ത ഒരു ഫ്രണ്ടിന്റെ കല്യാണമുണ്ട്.
അപ്പൊ കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് അവരുടെ വീട്ടിൽ പോയിട്ട് അവരോട് പറയാം, എനിക്ക് നാളെ വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് വന്നത്, നാളെ എനിക്ക് അമ്പലത്തിൽ സേവയാണ്, എനിക്ക് പോയേ പറ്റും. ഭാഗത്തും കഥയെന്ന് പറയണ്ട, സേവയാണ്, എനിക്ക് പോയേ പറ്റും. പിണങ്ങട്ടെ, എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും പിണങ്ങി കഴിഞ്ഞ ജീവിതത്തിൽ? കൃഷ്ണൻ പിണങ്ങിയാലോ? അപ്പൊ നമ്മൾ കൃഷ്ണനെ ശരണം പ്രാപിച്ചു കഴിയുമ്പോൾ പ്രാഥമികത കൃഷ്ണന് കൊടുക്കണം. അതുപോലെ തന്നെ ഗോപികമാരെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ ഈ പറഞ്ഞത് ഗോപികമാരുടെ ജീവിതത്തിൽ നോക്കുക. അവര് രാസലീല നൃത്തത്തിൽ പോയപ്പോ ഭർത്താക്കന്മാർ തടഞ്ഞിട്ടോ പിന്നെ അച്ഛന്മാർ തടഞ്ഞിട്ടോ അമ്മായിമാരുടെ അവർ നിന്നില്ല. നിന്നവർ അവിടെ ശരീരം ഉപേക്ഷിച്ചു, ബാക്കി എല്ലാവരും അവിടെ പോയി. നിങ്ങളെനിക്ക് വേണ്ട, എനിക്ക് കൃഷ്ണനെ മതി. അതൊന്നും നമ്മളോട് പറയുന്നില്ലല്ലോ കൃഷ്ണൻ. എന്ത് നമ്മൾ, അതായത് അവരുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഹൗ ക്യാൻ ഐ പ്ലീസ് കൃഷ്ണ, എനിക്ക് കൃഷ്ണനെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയും? ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതൊന്ന്, നമ്മൾ രണ്ടുതരം പ്രവൃത്തി. ഒന്ന്, നമ്മൾ കൃഷ്ണനെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തി. രണ്ട്, നമ്മുടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി. രണ്ടു തമ്മിൽ വ്യത്യാസമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു, വേണേ ഒന്നുകൂടെ പറയാം. ഹിരണ്യകശിപു ഭഗവാനായിട്ട് യുദ്ധം ചെയ്തു. ഭഗവാൻ സന്തോഷമുണ്ടായി, കാരണം രൗദ്രരസം ആസ്വദിക്കാൻ പറ്റി. ഭഗവാൻ രാവണനായിട്ട് യുദ്ധം ചെയ്തപ്പോ വീരരസം ആസ്വദിക്കാൻ പറ്റി. അപ്പൊ ഭഗവാൻ സന്തോഷം കിട്ടി. പക്ഷെ അവരുടെ ഉദ്ദേശം ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല. വടിയെടുത്തുകൊണ്ട് യശോദമായി പുറകിന് അടിക്കാൻ ഓടുന്നു, അത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. അശ്വതമായി എവിടെയെങ്കിലും അടിച്ച് കേട്ടിട്ട് വഴക്ക് പറയല്ല അടിച്ചപ്പോഴും നമ്മൾ കണ്ടുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ രണ്ടുപേരുടെ പ്രവൃത്തി വ്യത്യസ്തമാണ്. ഒന്ന്, ഭഗവാൻ നമ്മൾ ചെയ്യുമ്പോൾ അത് ഭഗവാന് സന്തോഷം ഉണ്ടാക്കുന്നു, പക്ഷെ ഭഗവാന് സന്തോഷം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ ഈ ഗോപികമാർ ചെയ്യുന്ന എല്ലാം ഭഗവാന് സന്തോഷം പകരാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഗോപികമാര് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അവരെല്ലാ പ്രവൃത്തി കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു. പക്ഷെ കൃഷ്ണൻ സന്തോഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് സന്തോഷം കിട്ടും. അവർ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ല, അത് കൃഷ്ണന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ കൃഷ്ണ സന്തോഷം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് സന്തോഷം കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ പഠിക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, അവര് നോക്കിയത് ഈ ഗോപികമാരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് അവര് സംസാരിക്കുമ്പോൾ അവർക്ക് ഈർഷ്യയില്ല. മറ്റു മരങ്ങളോടോ മൃഗങ്ങളോടോ, ഇനിയിപ്പോ ഇന്നത്തെ നമ്മുടെ ശ്ലോകത്തിൽ വരുന്ന ആദിവാസി പെൺകുളോ, അവരുടെ ഈർഷ്യയില്ല. അപ്പൊ നമ്മൾ ഇൻ അസോസിയേഷൻ കൃഷ്ണന്റെ സേവ ചെയ്യുമ്പം നമ്മളിൽ ഈർഷ്യ ഇല്ലാതാകും, ഉണ്ടാകാൻ പാടില്ല. വേറൊരാൾ നല്ല സേവ ചെയ്യുമ്പോൾ ആ വ്യക്തി കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ കണക്കൂട്ടിട്ട് ആ വ്യക്തി കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആരെങ്കിലും നല്ലോണം കീർത്തനം ചെയ്യുമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രസ്സിങ് സേവ ചെയ്യുന്നു എന്തെങ്കിലും ചെയ്യുമ്പം അത് കൃഷ്ണന് സന്തോഷം തരുന്ന പ്രവൃത്തി ആയതുകൊണ്ട് ആ വ്യക്തി നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. മാതാജി അല്ലെ പ്രഭുജി, എന്ത് സുന്ദരമായിട്ടാണ് നിങ്ങൾ കീർത്തനം ചെയ്യുന്നത്, ഒത്തിരി ഇഷ്ടപ്പെട്ടു, കൃഷ്ണൻ ഒത്തിരി സന്തോഷമായി കാണുമെന്ന്. അല്ലെ മാതാജി, നിങ്ങളുടെ കുക്കിംഗ് ഇത്ര നല്ലതാണ്. പലപ്പോഴും നമുക്ക് ഉള്ളിൽ ആ ഈർഷ്യ നമുക്കത് പറയാൻ കഴിയാതെ വരും. പറഞ്ഞിട്ട് ഉള്ളിൽ വേറൊരു ഇത് വെക്കരുത്. കാരണം വെളിയിലത്തെ CCTV കാണും, ഉള്ളിലെ കൃഷ്ണൻ കാണും, പരമാത്മാവ് കാണും. അതെങ്ങും ഒളിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ചിരുന്ന് കൃഷ്ണനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അത് ഈ ഗോപികമാര് ചെയ്യുന്ന അതാണ്. അവർ ഒന്നിച്ചിരുന്നിട്ടാണ് കൃഷ്ണനെ കുറിച്ച് പറയുന്നത്, സംസാരിക്കുന്നത്. ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തച്ചാമാന്യത്വം ദുഷ്യന്തിച്ചാരനന്തിച്ച. ഭഗവാൻ പറയുന്നത്, എന്റെ ഭക്തന്മാര് ഒന്നുകൂടിയിരുന്ന് എന്നെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവർ സന്തോഷിക്കുന്നു. അപ്പൊ ഇവിടെ ഗോപികമാര് ഒരു വിധത്തിലുള്ള ആനന്ദം അനുഭവിക്കുകയാണ്. ഒന്നിച്ചു കൂടിയിരിക്കുക. നമ്മൾ കൃഷ്ണനെ കുറിച്ച് പറയാം, കൃഷ്ണനെ കുറിച്ച് അല്ലാതെ വേറൊരു വ്യക്തിയെ കുറിച്ചും പറയാതിരിക്കുക. സാധാരണ നമ്മളങ്ങനെ എപ്പോഴും പറയും, യോ മാതാജി അറിഞ്ഞോ, പിന്നെ നമുക്ക് അറിയാമല്ലോ, പിന്നെ എന്താ പറയാ, അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഈ അധ്യായത്തിൽ ഇപ്പൊ ഇത്രയും കാര്യം ഞാൻ എഴുതിയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഗോപികമാരുടെ നിന്ന് പഠിക്കാനുണ്ട്, ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഈ ഗോപികമാരെ നേരിട്ട് ഭഗവാന്റെ വേണുമാധുര്യം പിന്നെ അനുഭവിക്കുന്നില്ല. ഇവിടെ ഈ പ്രപഞ്ചത്തിലെ ചരങ്ങൾക്കും അചരങ്ങൾക്കും ഉണ്ടാകുന്ന വികാരങ്ങളെ വളരെ മനോഹരമായിട്ട് അവരുടെ വീക്ഷണത്തിലൂടെ ഇവിടെ നമ്മളെ വിവരിക്കുകയാണ്. അവർ നേരിട്ട് അനുഭവിക്കുന്നില്ല. അതാണ് ഇതിന്റെ മനോഹാരിത കൂട്ടുന്നത്. അതായത് കൃഷ്ണനെ അതായത് ഗോപികമാര് ഈ നിർജീവമായിട്ടുള്ള ജീവമായിട്ടുള്ള വസ്തുക്കൾ
കൃഷ്ണന്റെ വേണുഗാനത്തെ നേരിട്ട് ആസ്വദിക്കാനും കൃഷ്ണനെ മതിവരുന്നവരെ കാണുവാനും ഉള്ള സൗഭാഗ്യത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പരോക്ഷമായിട്ട് ആ സൗഭാഗ്യം തങ്ങൾക്ക് ലഭിക്കാത്തൊരു തേങ്ങൽ, ഒരു വിങ്ങൽ, ഒരു ദുഃഖം ഓരോ ശ്ലോകത്തിലും നമുക്ക് കാണാൻ പറ്റും, ഓരോ വരിയിലും നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള മരങ്ങൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആദിവാസി പെൺകുട്ടികൾക്കും നദികൾക്കും മലകൾക്കും എല്ലാം കൃഷ്ണന്റെ വേണുഗാനത്തിന്റെ മാധുര്യം അനുഭവിക്കേണ്ട ഭാഗ്യമുണ്ട്. കൃഷ്ണനെ മതിവരോളം നേരിട്ട് കാണാൻ അവർക്ക് കഴിയുന്നു. ആ സൗഭാഗ്യം നമുക്കില്ലല്ലോ എന്ന് പറയാതെ പറയുമ്പോൾ ഓരോ ശ്ലോകത്തിലും ഓരോ വരിയിലും ഒരു തേങ്ങൽ, ഒരു വിങ്ങൽ, ഒരു ദുഃഖം നമുക്ക് കാണാൻ പറ്റും. അതാണ് വേണുഗാനത്തിന് കൂടുതൽ മാറ്റം കിട്ടുന്നത്. ആ ദുഃഖം കൊണ്ടോ ആ തേങ്ങൽ കൊണ്ടോ അവർക്ക് കൃഷ്ണനോടുള്ള സ്നേഹം കൂടുകയാണ്, കുറയുന്നില്ല. ആ തേങ്ങലും വിങ്ങലിലും അവർ ആരോടും ഈർഷ്യത കാണിക്കുന്നില്ല. ഒരു പോസിറ്റീവ് ഇതിലാണ് അവര് കാര്യങ്ങളെ കാണുന്നത്. അതായത് ഇതാണ് പ്രേമഭക്തിയുടെ പരം കാഷ്ട. 9 സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഭാവം കഴിഞ്ഞാൽ പ്രേമമാണ്. പ്രേമത്തിന്റെ ഏറ്റവും ഉച്ച അവസ്ഥയാണ് ഇതിന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ആ സ്റ്റേജിൽ എത്തണമെങ്കിൽ, അവിടെ ആ പ്രേമഭക്തിയുടെ സ്റ്റേജിൽ എത്തണമെങ്കിൽ നമ്മളുടെയും ഭൗതികമായ നമ്മളുടെ ആഗ്രഹങ്ങളുടെയും ഭൗതികമായ നമ്മളുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെയും വ്യക്തികളുടെ ഇടയിൽ ഒരു ലൈൻ വരയ്ക്കേണ്ടി വരും. കൃഷ്ണൻ വളരെ സ്പെസിഫിക് ആണ്. കൃഷ്ണന് അവിടെ ഇവിടെ കൂടെ കായ് വിടുന്ന കൃഷ്ണൻ സമ്മതിക്കില്ല. അതായത് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കൃഷ്ണൻ എന്നെ രക്ഷിക്കുന്നുള്ള വിശ്വാസം കൃഷ്ണൻ കൃഷ്ണൻ മാത്രമേ എനിക്കൊരു നാഥനായിട്ടുള്ളൂ എന്നുള്ള വിശ്വാസം, അത് മാത്രമേ കൃഷ്ണ ശ്രദ്ധ, കൃഷ്ണ പ്രേമം, കൃഷ്ണ ഭക്തിയെ ആകർഷിക്കാൻ കഴിയുള്ളൂ. പറഞ്ഞു മനസ്സിലാക്കുക. ഗോപികമാര് വേറെ അവർക്ക് ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എത്ര തൈര് കുടങ്ങൾ ഒടിച്ചു കളഞ്ഞു കാണും ഭഗവാൻ, എത്ര വെണ്ണക്കലങ്ങൾ ഉടച്ചു കളഞ്ഞു. അവര് പരാതിയായിട്ട് യശോദാമ്മ എടുക്ക ചെല്ലുമ്പോൾ യശോദാമ്മ ഭഗവാനെ പിടിക്കുമ്പം ഞാനല്ല അത് ഉടച്ചതെന്ന് പറയുന്ന കാരണങ്ങൾ കേട്ട് ആസ്വദിക്കുകയായിരുന്നു അവര്. ഒരിക്കൽ പോലും യശോദാമ്മ അടിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല കൃഷ്ണനെ. ഒരു ദിവസം ചെന്നില്ല ചോദിക്കുമായിരുന്നു, കൃഷ്ണ ഇന്ന് എന്തുകൊണ്ട് വന്നില്ല എന്ന്. ഏതൊരു വീട്ടിൽ പോയി വെണ്ണ കൃഷ്ണൻ മോഷ്ടിച്ചോ ആ വെണ്ണയുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഘടകം അതാണ്. കൃഷ്ണൻ മോഷ്ടിച്ച വെണ്ണയാണ് നല്ല വെണ്ണ. കൃഷ്ണൻ മോഷ്ടിക്കാൻ വന്നില്ലെങ്കിൽ ആ വെണ്ണ മോശം. കൃഷ്ണൻ ചെയ്യുന്നതോ എല്ലാം മോഷ്ടിച്ച് സഖാക്കും കൊടുത്ത് കുരങ്ങന്മാർക്കും കൊടുത്ത് ആവശ്യമില്ലാത്ത പൊട്ടിച്ച് കളഞ്ഞിട്ട് പറയുന്നത് നിന്റെ വെണ്ണ ഒരു കാശിനും കൊടുത്താണ് ഇവിടെ കുരങ്ങന്മാർ പോലും തിന്നില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം. കാര്യം അവരുടെ ബാക്കിയുള്ള ജീവിതത്തിലെ ഭൗതികമായ എല്ലാത്തിനും അവരൊരു ബൗണ്ടറി നിശ്ചയിച്ച് ആ ബൗണ്ടറിക്ക് വെളിയിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ആ ബൗണ്ടറിക്ക് അകത്ത് കിടക്കാനുള്ള അവകാശം കൃഷ്ണന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മളുടെ മനസ്സിൽ നമ്മളൊരു ബൗണ്ടറി വരച്ചു വെക്കുക. എല്ലാവരുമായിട്ട് ബന്ധം വേണം, എല്ലാവരുമായിട്ട് കണക്ഷൻ വേണം, പക്ഷെ ആ ബൗണ്ടറിക്കകത്ത് കൃഷ്ണന് മാത്രമേ പ്രവേശനമുള്ളൂ. അത് നമ്മുടെ സ്വകാര്യതയാണ്. അവിടെ വേറെ ആരും വേണ്ട. ഭർത്താവാകാം, ഭാര്യയാകാം, മക്കളെ എല്ലാവരോടും സ്നേഹമുണ്ട്, എല്ലാവരുടെയും കടമ ചെയ്യുക. പക്ഷെ ഈ ഒരു ഭാഗം അത് ഞാൻ എൻ്റെ കൃഷ്ണന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഭർത്താവ് ഈ ജന്മത്തിൽ കാണും, അടുത്ത ജന്മത്തിൽ കാണും, അടുത്ത ജന്മത്തിൽ അതിന്റെ അടുത്ത ജന്മത്തിൽ കാണുന്ന എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു. ചിത്രകേതുവിന്റെ കഥയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ കൃഷ്ണൻ ഒന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്കിനി ഇന്ന് 17ാമത്തെ ശ്ലോകം, വളരെ ചെറിയ ശ്ലോകമാണ്, ഇത്തിരി ശകലയെ വർണ്ണിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത്രയും എക്സ്ട്രാ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. 17ാമത്തെ ശ്ലോകം 10ാമത്തെ സ്കന്ധത്തില് 21ാമത്തെ അധ്യായത്തില് 17ാമത്തെ ശ്ലോകം. പൂർണാപുളിന്ത്യ ഉരുകായ പദാബ്ജരാഗ ശ്രീകുങ്കുമേന ദൈതാസ്തനമണ്ഡിതേന തദ്ദർശന സ്മരരുച തൃണരൂക്ഷിതേന ലിംബന്തി ആനനകുചേഷു ജഹുത്തത് ആദി. ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. വൃന്ദാവനത്തിലെ ആദിവാസ പെൺകൊടികൾ ഇവിടെ ആദിവാസി പെൺകുടികൾക്ക് സുഗോസ്വാമി ഉപയോഗിച്ചിരുന്ന വാക്ക് പുളിന്ത്യ എന്നുള്ള വാക്കാണ്. പുളിന്ത്യ എന്ന് പറഞ്ഞാൽ ശബരി വർഗത്തിൽപ്പെട്ട പെണ്ണുങ്ങളാണ്. നമുക്കറിയാം ശബരി വനവാസിയായിരുന്നു. ശബരിയുടെ ആ വിഭാഗത്തിൽപ്പെട്ട പെണ്ണാണ്. അതിന് പുളിന്ത്യാണ്. പൂർണ്ണ തൃപ്തരായി. ആര്? പുളിന്ത്യ, ശബരി സ്ത്രീകൾ. എന്തുകൊണ്ട്? ഉരുകായ പദാബ്ജരാഗ. ഉരുക എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണന്റെ പദാബ്ജരാഗ എന്ന് പറഞ്ഞ പാദപങ്കജത്തിൽ ചുവന്ന പൊടി, കുങ്കുമം.
ശ്രീ കുങ്കുമേന വിദ്യമായ കുംഭത്തിൽ ദൈത സ്തനമണ്ഡിതേന അവരുടെ മാറിടങ്ങൾ അവരത് അലങ്കരിക്കപ്പെട്ടപ്പോൾ. ഇപ്പൊ ട്രാൻസ്ലേഷനിൽ ചില പ്രഭുത പറയുന്നത്, വൃന്ദാവനത്തിലെ ആദിവാസി പെൺകുടികൾ പുല്ലിൽ വീണ് കിടക്കുന്ന കുങ്കംപൊടി കണ്ട് കാമതാപത്താൽ അസ്വസ്ഥരായി. കൃഷ്ണന്റെ കാമിനിമാരുടെ മാറിടങ്ങളെ അലങ്കരിച്ചിരുന്ന ഈ കുങ്കുമരേണുക്കൾ കൃഷ്ണന്റെ പാദപങ്കജങ്ങളുടെ സ്പർശത്താൽ കൂടുതൽ അരുണാഭയമായി കാണപ്പെട്ടു. അതെടുത്ത് സ്വന്തം മുഖങ്ങളിലും കുജങ്ങളിലും പുരട്ടിയപ്പോൾ ആ കാനന പെൺകുടികളുടെ ഉത്കണ്ഠകളൊക്കെ ശമിച്ചു. ഹരേ കൃഷ്ണ. ഇപ്പൊ ശ്ലോകം ആരംഭിക്കുന്നത് പൂർണ്ണ പുളിന്തിയ, പൂർണ്ണ പൂർണ്ണ തൃപ്തരായി. ആര്? ആദിവാസി പെൺകുട്ടി. അപ്പൊ എന്താ ആദ്യം ഒരു തൃപ്തരല്ലായിരുന്നു? അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതായത് ശബരി സ്ത്രീകളാന്ന് ഞാൻ പറഞ്ഞു, ഇവര് ആദിവാസി പെൺകുട്ടികളാണ്. അവര് തൃപ്തരായത് എങ്ങനെയാണ്? തൃണ രുദേന ലിംബന്ത്യ ആനന കുജേഷു. തൃണ എന്ന് പറഞ്ഞ പുല്ലുകള്, രുദേന എന്ന് പറഞ്ഞ പറ്റിപ്പിടിച്ച, അത് പുല്ലുകളിൽ പറ്റിപ്പിടിച്ച ലിംബന്ത്യ ആനന കുജേഷു, അവരുടെ മുഖങ്ങളിലും മാറിടങ്ങളിലും ആ കുങ്കുമപ്പൊടികളെടുത്ത് അവൾ പുരട്ടിയപ്പോൾ. അതായത് ഈ വനവാസ പെൺകുട്ടികൾ വനത്തിലെ ഓരോ ആവശ്യം, ഇത് നമ്മുടെ ഗോപികമാര് ഇമാജിൻ ചെയ്ത് പറയുകയാണ്. അവര് പുല്ല് പറിക്കാൻ പോയപ്പോൾ, പുല്ല് പറിക്കാനോ പഴം പറിക്കാനോ വിറക് ശേഖരിക്കാനോ വനത്തിൽ പോയപ്പോൾ പുല്ലുകളുടെ മുകളിൽ കുങ്കുമപ്പൊടി പറ്റിയിരിക്കുന്നത് കണ്ടു. അപ്പൊ അവർക്കത് മനസ്സിലായി, ഇത് കൃഷ്ണന്റെ പാദരേണുക്കളിൽ നിന്ന് വന്നതാണ്. ആ കുങ്കുമപ്പൊടി കണ്ടപ്പോൾ അവർക്ക് കൃഷ്ണനെ ഓർമ്മ വന്നു. കൃഷ്ണനെ ഓർമ്മ വന്നപ്പോൾ നാച്ചുറലി യുവതികളായ സ്ത്രീകളായതുകൊണ്ട് അവരുടെ ഉള്ളിൽ കാമവികാരങ്ങൾ ഉണ്ടായി കൃഷ്ണനെ കുറിച്ച് ഓർത്തപ്പോൾ. അപ്പോഴെന്ത് ചെയ്തു? അവർ ആ പൊടി എടുത്തിട്ട് മുഖങ്ങളിലും അവരുടെ മാർഗങ്ങളിലും പുരട്ടി കഴിഞ്ഞപ്പോൾ അവർ പൂർണ്ണ തൃപ്തരായി. അവരുടെ ഉള്ളിലുണ്ടായ കാമാസക്തി ഇല്ലാതായി. അതാണ് ഉള്ള അനുരാഗം ഉണ്ടായി, അനുരാഗം കൊണ്ട് കാമം പോയി. അതായത് അവർക്ക് പരിപൂർണ സംതൃപ്തരായിരുന്നു. പൂർണ്ണ പുളിന്ത്യ എന്നല്ലയോ, അവരിൽ ഉണ്ടായിരുന്ന കാമത്തിന്റെ ആസക്തി ഇല്ലാതെ. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഭൗതിക ലോകത്തിന്റെ നിലനിൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ആകർഷണത്തിലാണ്. അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും ചെറിയ സ്ത്രീ പുരുഷനാകത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ ഏതെങ്കിലും ഒരു വ്യക്തി, മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, കൃഷ്ണാവബോധത്തിൽ വന്നു കഴിയുമ്പോൾ ക്രമേണ അവരുടെ ഉള്ള സ്ത്രീ പുരുഷ ആകർഷണം കുറഞ്ഞു വരുന്നുണ്ട്. കാരണം മനസ്സിന് ആ സ്ത്രീ പുരുഷ ആകർഷണത്തിൽ നിന്ന് കിട്ടുന്ന സുഖത്തിനെയും സന്തോഷത്തിനേക്കാൾ കൂടുതൽ കൃഷ്ണനിൽ നിന്ന് കിട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് സ്ത്രീ പുരുഷ ആകർഷണം നാച്ചുറലി കുറഞ്ഞു വരും. അതാണ് ഇവിടെ ഈ സ്ത്രീകൾ നമ്മൾ പറയുന്നത്. അതായത് അവരുടെ ഉള്ളിലുണ്ടായ കാമം കൃഷ്ണന്റെ പാദങ്ങളിൽ നിന്നും പറ്റിയ, അതെങ്ങനെയാ പറ്റിയ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാം. ആ കുങ്കുമം എടുത്ത് അവരുടെ ശരീരത്തിൽ പുരട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ അമിഷീയമായി ഉണ്ടായിരുന്ന കാമതാപങ്ങൾ ഇല്ലാതായി. ഇതാരാ പറയുന്നത്? ഗോപികമാർ. അതായത് അവര് പറയുന്നത് ഈ വനത്തിൽ താമസിക്കുന്ന, അതാണ് പുളിന്ത, ഏറ്റവും താഴ്ന്ന ജാതിയിലുള്ള ഈ യുവതികൾ, അവര് താഴ്ന്ന കുലത്തിൽ ജയിച്ചിട്ടും അവർക്ക് കൃഷ്ണാനുരാഗം കൊണ്ട്, അനുരാഗം എപ്പോഴാണ് ഉണ്ടായത്? ആ കുങ്കുമപ്പൊടി പുല്ലിന്റെ മുകളിൽ പറ്റിയിരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ കൃഷ്ണനോട് അനുരാഗമുണ്ടായി. ആ അനുരാഗത്തിൽ അവർക്ക് വികാരങ്ങളുണ്ടായി, കാമങ്ങളുണ്ടായി. എന്നിട്ട് അവർ ആ പൊടി എടുത്തിട്ട്, എത്ര താഴ്ന്ന കുലത്തിൽ ജനിച്ചതായിട്ടും എങ്ങനെ ആയിക്കോട്ടെ അവരുടെ ഉള്ള കാമത്തെ താപത്തെ ശമിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞ് അവർ പൂർണ്ണ തൃപ്തരായി. നമ്മൾ ഇത്ര ഉന്നത കുലത്തിൽ ജനിച്ചിട്ട് പോലും നമ്മുടെ ഉള്ളിലുള്ള താപത്തെ നശിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമുക്ക് കൃഷ്ണന്റെ അസോസിയേഷൻ കിട്ടുന്നില്ല. അപ്പൊ അവരെ അപേക്ഷിച്ച് അവരെത്ര ഭാഗ്യവാനാണ്, അവരെ അപേക്ഷിച്ച് നമ്മൾ എത്ര നിർഭാഗ്യവരാണ്. ഇതാണ് ഗോപികയോട് പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്നത്, ഇതുവരെയുള്ള ശ്ലോകങ്ങളിലെല്ലാം ഗോപികമാർ ആരെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്? എന്തിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്? വേണുമാധുര്യത്തിന്. 16 ശ്ലോകം വരെ അവർ വേണുവിനെ കുറിച്ച് പറഞ്ഞു. ഈ ശ്ലോകത്തിലും അടുത്ത ശ്ലോകത്തിൽ വേണുവിനെ വിട്ടു പറഞ്ഞു. ഈ ശ്ലോകത്തിൽ വനവാസി പെൺകുട്ടികളെ പറഞ്ഞു. അടുത്ത ശ്ലോകത്തില് അന്തായ മധുരാഭിലാസ വരിയോ യതിരാമകൃഷ്ണ ചരണസ്പർശത്രമോ, വളരെ ഫേമസ് ശ്ലോകമാണ്. പിന്നെ ഗോവർദ്ധനെ കുറിച്ച് പറയും. അപ്പം അതായത് ഭഗവാന്റെ അതിരാമൃതം പേറിക്കൊണ്ടുവരുന്ന മധുരഗാനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഗോപികമാർ വനവാസ പെൺകുട്ടികൾക്ക് ലഭിച്ച ഭാഗ്യത്തെക്കുറിച്ചും തങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന ഭാഗ്യത്തെക്കുറിച്ചും വർണ്ണിക്കുന്നത് വേണുവിനെ മാറ്റി നിർത്തിയിട്ടാണ്.
കാരണം ഈ ശ്ലോകത്തിൽ അത് അതിന്റെ കാരണം ഒരുപാടുണ്ട്. കാരണം ഈ ശ്ലോകം പറയുമ്പം രാധാറാണി അവിടെ ഇല്ല. ശ്രീ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നതാണ്, രാധാറാണി അവിടെ ഇല്ല. രാധാറാണി ഉള്ളപ്പോഴായിരുന്നു അവര് കൂടുതലും വേണുവിനെ കുറിച്ച് സംശയിച്ചത്. ഈ ശ്ലോകത്തിൽ അവര് രാധാറാണിയെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്, ശ്രീമതി രാധാറാണിയുടെ പാതാരബിന്ദങ്ങളുടെ ഒരു ചെറിയ ദർശനം പോലും ആ ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അത് വിഗ്രഹത്തിലായിക്കോട്ടെ രാധാറാണിയുടെ ആയിക്കോട്ടെ, കിട്ടിക്കഴിഞ്ഞാല് ആ വ്യക്തിയെ പരിപൂർണമായും കൃഷ്ണനോട് അടുപ്പിക്കും. കൃഷ്ണനോട് നമുക്ക് അടുക്കാൻ കഴിയും. അത് രാധാറാണിയുടെ പാതാരബിന്ദങ്ങളുടെ മഹിമയാണ്. അപ്പൊ മാത്രമല്ല, ഭക്തനെ പ്രേമഭാവത്തിന്റെ അത്യുന്നവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 7 അവസ്ഥ പറയുന്നു. അതായത് 9 അവസ്ഥ അറിയാമല്ലോ നിങ്ങൾക്ക്. ഏതാ? ശ്രദ്ധ, സാധുസംഗ്, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, പ്രേം. ഈ പ്രേമിന്റെ മേളിൽ 7 അവസ്ഥയുണ്ട്. അതും മഹാഭാവം അത് നമുക്കൊന്നും ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ ഇല്ലാത്തതാണ്. ആ പ്രേമത്തിന്റെ ഏറ്റവും ടോപ്പ് അവസ്ഥയിൽ അതിന് മദന എന്നാ പറയുന്നത്. ആ അവസ്ഥയിൽ എത്താൻ മഹാഭാവിന്റെ 7ാമത്തെ അവസ്ഥയിൽ എത്താൻ ഒരു വ്യക്തിക്ക്, ഒരു സാധകൻ, ഒരു ഭക്തന് കഴിയും. എങ്ങനെ? ശ്രീമതി രാധാറാണിയുടെ പാതാരബിന്ദങ്ങളുടെ ദർശനം മാത്രമേ. അപ്പൊ ഇവിടെ രാധാറാണി എങ്ങനെയാ പറയുന്നത്? ഗോപികമാർ പരോക്ഷമായിട്ട് പറയുന്നത്, ഈ പുളിന്ത യുവതികൾ കൃഷ്ണഭക്തിയുടെ അത്യുന്ന ലെവലിലെത്തി. അവരുടെ മഹാഭാഗ്യം നോക്കിക്കണോ, സൗഭാഗ്യം നോക്കിക്കണോ. വെറും ആദിവാസി പെൺകുട്ടികൾ 16 മാല ജപിക്കോ, 4 നിയമം പാലിച്ചോ ഒന്നും ചെയ്തില്ല. രാധാറാണിയുടെ പാതാരബിന്ദങ്ങൾ, രാധാറാണി കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പം തന്റെ മാറിടത്തിൽ കുങ്കുമ പൊടി കൊണ്ട് അലങ്കരിച്ചു. ആ കുങ്കുമപ്പൊടി ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ എങ്ങനെയാ വന്നത്? രാധാറാണി ഭഗവാന്റെ ചരണാരവിന്ദം തന്റെ മാറിടത്തിൽ സ്പർശിപ്പിച്ചു. അങ്ങനെ സ്പർശിച്ചപ്പോൾ ആ കുങ്കുമപ്പൊടി ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ വന്നു. അതാണ് ഇവിടെ ഈ വന്നത്, ഈ പുൽച്ചെടികളുടെ മുകളിൽ വന്നത്. അതെടുത്ത് തന്റെ ശരീരത്തിൽ പെട്ടപ്പോൾ രാധാറാണിയുടെ കൃപ അവർക്ക് കിട്ടി. ഞാൻ പറഞ്ഞു, രാധാറാണിയുടെ പാതാരബന്ധങ്ങളുടെ ദർശനം മാത്രമേ ഒരാൾക്ക് ഭക്തിയുടെ അത്യുന്നത ലെവലിൽ എത്താൻ കഴിയും. അങ്ങനെയുണ്ടെങ്കിൽ ആ രാധാറാണിയുടെ ശരീരത്തിനെ സ്പർശിച്ച കുങ്കുമം തങ്ങളുടെ ശരീരത്തിൽ പുരട്ടിക്കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടികൾ ഈ പ്രേമഭക്തിയുടെ ഏറ്റവും ടോപ്പ് അവസ്ഥ, ഈ ഭൗതിക ലോകത്ത് ഇല്ലാത്ത അവസ്ഥയിൽ അവർ എത്തിച്ചേർന്നു. അപ്പൊ അവരുടെ സൗഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഗോപികമാര് പറയുന്നത്. അപ്പൊ ഇവിടെ ഗോപികമാർ പരോക്ഷമായി പറയുന്നത്, ഈ പുളിന്ത യുവതികൾ കൃഷ്ണഭക്തിയുടെ അത്യുന്നത ലെവലിലാണ്. അത് നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് എങ്ങനെയെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അത് അവര് വിശ്വാസക്കെട്ട് പറയുന്നത്, ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഈ ഗോപികമാർ പറയാണ്, നമുക്ക് ഈ പുളിന്തസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കണം, നിങ്ങൾ ഈ അത്യുന്നത ലെവലിൽ എങ്ങനെയാ എത്തിയത്, അത് എങ്ങനെയാ എത്തിയെന്നുള്ളത് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറാണ് നമ്മൾ പറഞ്ഞത്, ഗോപികമാർ നമ്മളോട് പറയുന്നില്ല. അതായത് ശ്ലോകത്തിൽ പറയുന്നത്, വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്, ഗുരുകായ പദാബ്ജ രാഗ, ആ ശ്ലോകത്തിൽ വരുന്നതാണ്. കൃഷ്ണന്റെ പാദങ്ങളിൽ നിന്നും പുൽച്ചെടിയിൽ പറ്റിയിരുന്ന കുങ്കുമം തങ്ങളുടെ ശരീരത്തിലും മാറിടങ്ങൾ അവർ പുരട്ടിയപ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഈ ഇപ്പോഴെ രാധാറാണിയുടെ പേര് പറഞ്ഞില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് രാധാറാണിയുടെ മനസ്സിലാക്കുന്നത്? അത് ഈ ലൈനിൽ നോക്കുക. കൃഷ്ണന്റെ പാദാരബന്ധങ്ങളിൽ കുങ്കുമപ്പൊടി എങ്ങനെ വന്നുള്ളത്? ഏത് ലൈനാ? 2ാമത്തെ ലൈനില്, ശ്രീ കുങ്കുമേനെ ദൈത സ്തനമന്ദിരേന. ദൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാമിനിമാരുടെ സ്തനങ്ങളിൽ അല്ലെങ്കിൽ സ്തനത്തിൽ പുരട്ടിയിരുന്ന കുങ്കുമപ്പൊടി. കൃഷ്ണന്റെ കാമിനിമാരാരാ? ഗോപികമാര്. ഇത് പറയുന്നത് ആരാ? ഗോപികമാര്. അപ്പൊ അവരുടെ സ്ഥലങ്ങളിലല്ല, പിന്നെ ആരാ ഉള്ളത്? പിന്നെ രാധാറാണി. അതുകൊണ്ടാണ് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഈ കൺക്ലൂഷനിൽ എത്തിയത്, ഇത് രാധാറാണിയുടെ സ്ഥലങ്ങളിൽ പുരട്ടിയിരുന്ന അല്ലെങ്കിൽ മാഴത്തിൽ പുരട്ടുന്ന കുങ്കുമപ്പൊടിയാണ്. ആ കുങ്കുമപ്പൊടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സ്പർശിച്ച ശേഷം അത് അവരുടെ ശരീരത്തിൽ പെട്ടപ്പോൾ അവരുടെ ഉള്ളിലെ കാമം നശിച്ചു. അവരുടെ കൃഷ്ണഭക്തിയുടെ ടോപ്പ് മോസ്റ്റ് ലെവലിൽ അവർക്ക് എത്താൻ കഴിഞ്ഞു. തങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നാണ് ഗോപികമാർ പറയുന്നത്.
അപ്പൊ ഇവിടെ രാധാറാണിയുടെ സൗഭാഗ്യത്തെയും രാധാറാണിയുടെ വിശേഷതയും അവർ ഗ്ലോറിഫൈ ചെയ്യുകയാണ്, പുകഴ്ത്തുകയാണ് ഇൻഡയറക്റ്റ്ലി ഗോപികമാർ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവരുടെ ഉള്ളിൽ ഈർഷ്യയില്ല. അയ്യോ, രാധാറാണിക്ക് ഈ അവസരം കിട്ടി, നമുക്ക് കിട്ടിയില്ലെന്നല്ല അവർ പറയുന്നത്. പെൺകുട്ടികൾക്ക് കിട്ടി, നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന്. അവർ രാധാറാണിയെ ഇവിടെ പുകഴ്ത്തു. രാധാറാണിക്ക് ആ സൗഭാഗ്യം കിട്ടില്ല, അവർ സന്തോഷിക്കുകയാണ്. രാധാറാണിക്ക് ആ സൗഭാഗ്യം കിട്ടില്ലോ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കുങ്കുമപ്പൊടിയെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. ഏത് സമയത്ത് ഇവർ വർണ്ണിക്കുന്നുണ്ടോ ആ സമയത്ത് രാധാറാണി അവിടെ ഇല്ല. പിന്നെ രാധാറാണി അവിടെ ഇല്ലെങ്കിൽ എവിടെയാ? കൃഷ്ണന്റെ അടുക്കല്. നമുക്ക് ഇവര് നിശ്ചയിക്കുന്നത്, നമ്മുടെ ഇവര് ഭഗവാൻ പശുവിനെ മേയ്ക്കാൻ രാവിലെ പോയി കഴിഞ്ഞ് ഗോപികമാരൊക്കെ ചില ഒന്നിച്ചായിരിക്കും, ചില അവരുടെ വീടുകളിലായിരിക്കും. ഇവർ പ്ലാൻ ചെയ്യും, ഒന്നിച്ച് എവിടെയെങ്കിലും പോകണേ പ്ലാൻ ചെയ്യും. പക്ഷെ അന്ന് കൃഷ്ണന് ഒറ്റയ്ക്ക് രാധയെ കാണണം. അപ്പം അതിന് ഇടകളിക്കുന്നതാണ് നമ്മുടെ വൃന്ദാദേവി. വൃന്ദാദേവി അടുക്കൽ പതിനായിരക്കണക്കിന് തത്തകളുണ്ട്. ഇന്ന് നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് ഇഷ്ടംപോലെ തത്തകളെ കാണാൻ പറ്റും വൃന്ദാവനത്തിൽ. ഈ തത്തകളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കും, 500-1000 തത്തകളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കും. വൃന്ദാദേവി ഒരു ഗ്രൂപ്പിനെ കൃഷ്ണന്റെ അടുക്കൽ അയക്കും. വൃന്ദാദേവിക്ക് മനസ്സിലായി കൃഷ്ണൻ രാധയെ കാണാൻ ആഗ്രഹിക്കുന്നു, രാധ കൃഷ്ണനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ 500-1000 തത്തകളുടെ ഓരോ ഗ്രൂപ്പായിരിക്കും. ആ ഗ്രൂപ്പ് എന്ന് കൃഷ്ണനും രാധാറാണി എവിടെയുണ്ടെന്ന് വൃന്ദയോട് പറയും. അത് ഇന്നടുത്തുണ്ട്. പിന്നെ അവരെ ഒന്നിപ്പിക്കുന്ന, ഒരിടത്ത് കൊണ്ടുവരുന്ന ജോലി വൃന്ദയുടെയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ബാക്കി ഗോപികമാർ കാണത്തില്ല. ചില ദിവസങ്ങൾ ഒന്നിച്ചായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസരമാണിത്. അപ്പൊ അവരുടെ അടുക്കൽ രാധാറാണി ഇല്ലെങ്കിൽ പിന്നെ രാധാറാണി എവിടെയാ? കൃഷ്ണന്റെ അടുക്കൽ. വേറെ എങ്ങനെ രാധാറാണി പോകില്ല? അപ്പൊ കൃഷ്ണന്റെ അടുക്കുള്ള രാധാറാണിക്ക് കിട്ടിയ സൗഭാഗ്യത്തിനെ വർണ്ണിക്കാൻ വേണ്ടിയാണ് ഇത്ര ഇവര് പറഞ്ഞത്. ആ സൗഭാഗ്യം ഇന്ന് നമ്മൾ കിട്ടിയില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ വളരെ മനോഹരമായിട്ട്. അപ്പൊ ഇവർക്ക് ഇവിടെ വിശാൽ സെക്രട്ടറി പറഞ്ഞ എന്തുകൊണ്ടോ നേരിട്ട് രാധാറാണിയുടെ കാര്യം പറയാനുള്ള ധൈര്യം അവർക്ക്, അല്ലെങ്കിൽ അതിനൊരു ബോൾഡ്നെസ് അവർക്ക് വന്നില്ല ആ സമയം. അതുകൊണ്ട് അവർ ഇൻഡയറക്റ്റ്ലി പുളിന്ത സ്ത്രീകളുടെ സ്വഭാവത്തെ കുറിച്ച് പുകഴ്ത്തുന്നു. അപ്പൊ വന്നിട്ട് അവർ പറയുന്നുണ്ട്, പുളിന്ത സ്ത്രീകൾ എന്താ ചെയ്തത്? രാധാറാണിയുടെ ശരീരത്തിൽ പുരണ്ടിരുന്ന കുങ്കുമപ്പൊടി, കൃഷ്ണപാദാരബിന്ദങ്ങൾ സ്പർശിക്കപ്പെട്ട പൊടിയെടുത്ത് തങ്ങളുടെ മാർഗങ്ങളിൽ പുരട്ടിയപ്പം രാധാറാണിക്ക് വേണ്ട ആദരവ് കൊടുത്തിട്ടില്ല അവര്. അതും അവർ ഇൻഡയറക്റ്റ്ലി പറയുന്നുണ്ട്. എന്താണ് അവർ ചെയ്തത്? പുൽക്കൊടിയിൽ പറ്റിയിരിക്കുന്ന കുങ്കുമപ്പൊടി കണ്ടപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ കൃഷ്ണനോടൊപ്പം രാധയും ഉണ്ടായിരുന്നു. ആർക്ക് മനസ്സിലായി? ഈ പുളിന്ത സ്ത്രീകൾക്ക് മനസ്സിലായി. അപ്പൊ ഈ കുങ്കുമത്തിൽ കൃഷ്ണന്റെ ശരീരത്തിലെ സുഗന്ധം ആസ്വദിക്കാൻ അവർ ആഗ്രഹിച്ചു. അതായത് കുങ്കുമം കണ്ടു, അവർ കുങ്കുമപ്പൊടി കണ്ടു, അവർക്ക് മനസ്സിലായി അവിടെ രാധയും കൃഷ്ണനും ഉണ്ടായിരുന്നു. കുങ്കുമം പുരട്ടിക്കൊണ്ട് കൃഷ്ണൻ വരത്തില്ലെന്ന് നമുക്കറിയാം. കുങ്കുമം വന്നിട്ടുള്ളത് രാധയുടെ ശരീരത്തിൽ നിന്നാണ്. പക്ഷെ അത് കൃഷ്ണന്റെ പാദാരബിന്ദങ്ങൾ സ്പർശിച്ച അടയാളത്തിൽ നമുക്ക് മനസ്സിലായി കൃഷ്ണന്റെ പാദാരബിന്ദങ്ങൾ സ്പർശിച്ചതാണ്. അപ്പൊ കൃഷ്ണന്റെ ശരീരത്തിലെ സൗഗന്ധം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവരാത് തങ്ങളുടെ മുഖത്തും ശരീരത്തും പുരട്ടിയത്. ഇത് വിശ്വാസ ചക്രവർത്തി താക്കൂർ പറയുന്നു. അതേപോലെ തന്നെ ആ സമയത്ത്, അതായത് അവരുടെ ശരീരത്തും മാറിടങ്ങളിലും അവർ ഈ കുങ്കുമപ്പൊടി പുരട്ടിയപ്പോൾ എത്ര വലിയ ആനന്ദമാണോ കൃഷ്ണൻ രാധാറാണിക്ക് കൊടുത്തത്, ആ ആനന്ദം അവർ ഡയറക്റ്റ്ലി അനുഭവിക്കുകയായിരുന്നു. തങ്ങളെ രാധാറാണിയുടെ സ്ഥാനത്ത് അവർ കണ്ടിട്ട് അവർ ആ ഫീലിങ്ങിലാണ് അത് പുരട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഉള്ളിലുള്ള കാമങ്ങൾ ഇല്ലാതായത്. അത് പുരട്ടിക്കഴിഞ്ഞപ്പോൾ അവരുണ്ടായിരുന്ന കാമം നശിച്ചു. അതായത് ഗോപികമാരിപ്പോ എന്താണ് പറയുന്നത്? ഇവരുടെ മുന്നിൽ കൃഷ്ണൻ, വിശ്വാസിക്കാട്ടി പറയാണ്, കൃഷ്ണന്റെ പാദാരബിന്ദങ്ങളെ സ്പർശിച്ച കുങ്കുമപ്പൊടി എടുത്ത് ശരീരത്തിൽ പുരട്ടിയപ്പം അവരിത്ര ആവേശത്തോടെ പുരട്ടിയത്. അതായത് രാധാറാണിക്ക് കിട്ടിയ സൗഭാഗ്യം നമുക്ക് വേണം, അതനുസരിച്ച് അവർ പുരട്ടിയത്. അപ്പൊ അവരുടെ കാമം ഇല്ലാതായി. കൃഷ്ണനെങ്ങാണ് നേരിട്ട് ഇവിടെ മുമ്പിൽ കൃഷ്ണൻ, ഇത് ഗോപികമാര് പരസ്പരം പറയുന്നത്. അപ്പൊ അതുപോലെ അപ്പൊ അവർ പറയുന്നുണ്ട്, നമ്മൾക്ക് ഒരു ജന്മത്തിലും ഈ സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ജന്മത്തിലും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ജന്മത്തിൽ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. ഈ ആദിവാസി പെൺകുട്ടികൾക്ക് കിട്ടിയ സൗഭാഗ്യം ഇത് ഒരു ജന്മത്തിലും നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഇത്ര ശ്രേഷ്ഠമായ ഒരു കുലത്തിൽ നമ്മൾ, യാദവ് കുലത്തിൽ ജനിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ നിർഭാഗ്യവതികളാണ്. സൗഭാഗ്യവതികൾ ഈ ആദിവാസി പെൺകുട്ടികളാണ്.
ഞാൻ നേരത്തെ മദന പറഞ്ഞു. ഉജ്ജ്വല നീലാമണിയിലാണ് മദന സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രേമഭാവത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലമാണത്. അതായത് എല്ലാ ഭാവങ്ങളും എല്ലാ പ്രേമത്തിലും എല്ലാം ഈ മദന ഇതിനകത്തുള്ളതാണ്. അതായത് ഈ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ, അതായത് ഈ ഭാവ് സ്റ്റേജ് മുതൽ തന്നെ മേളിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഒരുപാട് സ്റ്റേജ് ഉണ്ട്. ഭാവ് പ്രേം കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ഞാൻ പറഞ്ഞു. എത്തിക്കഴിയുമ്പോൾ നമുക്ക് കൃഷ്ണനെ ദർശിക്കാൻ കഴിയും. എല്ലാത്തിലും കൃഷ്ണനെ ദർശിക്കാൻ കഴിയും. എന്ത് കണ്ടാലും, ഞാൻ മുമ്പ് ഒരു മരത്തിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. നമുക്കിപ്പം ഒന്നും കണ്ടു, ഒരു നീല കളർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നീലയാന്ന് പറയും. അപ്പൊ അവിടെ കൃഷ്ണനെ അവർക്ക് എല്ലാത്തിലും ദർശിക്കാൻ പറ്റും. പ്രകടമായിട്ട് കൃഷ്ണനെ നമുക്ക് അവർക്ക് കാണാൻ പറ്റും. അവരുടെ ഹൃദയത്തിൽ കൃഷ്ണൻ പിന്നെ ദർശനം കൊടുക്കും. അത്ര വളരെ അത് ഉജ്ജ്വല ചൂടാമണിയിലാണ് കൂടുതലും വർണ്ണിച്ചിരിക്കുന്നത്. ആ ഒരു സ്റ്റേജാണ് മദന. ആ സ്റ്റേജിലാണ് ഈ ആദിവാസി പെൺകുട്ടികൾ എത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഈ ശ്ലോകത്തിനെ കുറിച്ച് പറയാൻ ഉണ്ടായിരിക്കാം. എനിക്ക് അത്രേ കഴിയുന്നുള്ളൂ. എട്ടാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. ഹന്തായ മന്ദിര അഭിലാസ് വരിയോ, എനിക്ക് പ്രിയപ്പെട്ട ശ്ലോകം കൂടിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. നമുക്ക് ഇന്നിവിടെ നിർത്താം. ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ആർക്കൊന്നുമില്ല? 10 വിഷയങ്ങൾ. ഞാൻ അതിന്റെ ശ്ലോകം നമ്പർ ഒന്ന് പറയാമോ ഭാഗവതത്തിലെ? ഒരു മിനിറ്റ്. പ്രഭു, ഞാൻ വാട്സാപ്പ് ചെയ്യാം. എനിക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്, ഓർമ്മ വരുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ വാട്സാപ്പ് ചെയ്യും. ഇത് കഴിഞ്ഞ ഉടനെ വാട്സാപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ.